എന്ത് പറയാനല്ലേ, ഷാനവാസിന്റെ ഒരു ഷോ. ഇന്ന് സത്യം പറഞ്ഞ ആ പേര് ഷോനവാസ് പോലെ തന്നെ ആയിട്ടോ. ഞാൻ ആദ്യം ആ ജയിൽ ഇഷ്യൂ കണ്ടപ്പോൾ ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബിന്നി അവിടെ ഷോ ഇറക്കി. ബിന്നിക്ക് അവിടെ ഒരു ആവശ്യമില്ല. പക്ഷെ ബിന്നി അത് സ്റ്റാർട്ട് ചെയ്ത് ഷാനവാസിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല, അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അനീഷിന് അഗെയിൻസ്റ്റ് ആണ്. ബിന്നിക്ക് ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി, അതിങ്ങനെ വെച്ച് പുള്ളിക്കാരി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു സ്വഭാവമൊന്നുമല്ല. അവിടെയാണ് ബിന്നി അവിടെ സ്റ്റാർട്ട് ചെയ്തത് അനീഷിന് അഗെയിൻസ്റ്റ്. എന്താണ്, ക്യാപ്റ്റനാണ്, നല്ല ക്യാപ്റ്റനാണെന്ന് പറയാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചീപ്പ് ഷോ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഏറ്റുപിടിച്ച് ഷാനവാസ്. ഇനി ഷാനവാസിൻ്റെ അടുത്തേക്ക് എല്ലാം ബില്ലി നോക്കിയിട്ട് അത് പറയുന്നത്. ഷാനവാസ് അവിടെ നിന്ന് ഏറ്റുപിടിക്കുകയാണ് അനീഷിൻ്റെ അടുത്തുനിന്ന്. ഏറ്റുപിടിച്ചെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവിടെ ബിന്നി ചെയ്യുന്നത് തെറ്റാണ്. കാരണം വെച്ചാൽ ഒരാളുടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് അർഹതപ്പെട്ടൊരു കാര്യമാണ് ടോയ്ലറ്റിൽ പോകണം. അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ബിന്നി ആരാണ്? അത് പറ്റില്ല. അത് ക്യാപ്റ്റൻ ആയാലും ശരി, ആരായാലും ശരി, അത് ചെയ്ത് തെറ്റായിപ്പോയി. ബിന്നിക്ക് അത് തുറന്നു കൊടുത്തിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് പിന്നെ സംസാരിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല ബിന്നി അവിടെ ചെയ്ത് തെറ്റാണ്. ഞാനത് ബിന്നിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് ചെയ്ത പല പ്രവൃത്തികളും പല വാക്കുകളും എല്ലാം മോശമാണ്. ഓക്കെ, ഇതുവരെ ഷാനവാസിന് അത്ര നെഗറ്റീവ് ഇല്ല. അവിടെ എല്ലാവരും റോങ് ആണ് കേട്ടോ. അവിടെയുള്ള എല്ലാ പിക്ചറിലും എല്ലാവരും കുറേശ്ശെ റോങ് ചെയ്തിട്ട്, അനീഷ് ഒഴികെ. ഇവൻ ലക്ഷ്മി എൻ്റെ അടുത്ത് കയറി വന്നു. ലക്ഷ്മി ഒരാശം പഠിച്ചതല്ലേ, ഒരാളുടെ കാര്യത്തിൽ കയറി വെറുതെ ഇൻ്റർഫിയർ ചെയ്ത് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി പിന്നെയും കയറി അവിടെ വന്നു. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിക്ക് അവിടെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. രണ്ടുപേരുള്ള പ്രശ്നം അത് പകുതി കണ്ടിട്ടുള്ളൂ. അവിടെയുള്ള എല്ലാവരും അത് ശരിക്കും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. പൂർണ്ണമായി കാണാത്ത പ്രശ്നത്തിന് കയറി ഇടപെടരുത്. അത് ലക്ഷ്മി പഠിച്ചൊരു ലെസനാണ്. പിന്നെയും അതിൽ കയറി ഇടപെടുന്നത് എന്തിനാണ്? ഓക്കെ, അവിടെ ഇടപെട്ടു. അവിടെ പിന്നെയും വൃത്തികേടായി. ഷാനവാസിൻ്റെ ഒന്നും വരാത്ത വാക്കുകളൊന്നുമില്ല കേട്ടോ. വളരെ മോശമായിട്ടാണ് ഷാനവാസ് സംസാരിച്ചത്. അവിടെ ഷാനവാസിൻ്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടായിരുന്നു. ആ ന്യായത്തിന് ഷാനവാസ് ഇല്ലാതാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണെന്നറിയോ, ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ബിന്നിയോട് തുറന്നു വിടണമെന്ന്. അവിടെ വരെ ഓക്കെ ഷാനവാസ് ന്യായമുണ്ട്. അത് മര്യാദയ്ക്ക് അങ്ങ് അത് കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലേ പുള്ളിക്കാരൻ ഷോ. ആ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് എന്താണ് ഞാൻ കാണുന്നത്? ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ചിലപ്പോൾ, പക്ഷെ പറ്റണില്ല. എങ്ങനെ പറ്റും? അവിടെയുള്ള എല്ലാ സ്ത്രീകളോടും ഷാനവാസ് മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ആദില നൂറെ ഒഴികെ. അതും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞു, പുള്ളിക്കാരൻ കളിക്കും, പുള്ളിക്കാരൻ മെയിൽ ഷോവനിസ്റ്റാന്നുള്ളത് ഇന്ന് ഹെൻസ് പ്രൂവ്ഡായി. എന്താ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ എല്ലാത്തിനും കയറി പോടി ഇതൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് ആരാ? പിന്നെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ പെൺകൊന്തന്മാരാണോ? ഇത് പുതിയ അറിവാണല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ സ്നേഹിക്കുന്നില്ലേ? പെൺകോന്തൻ അത് അവിടെ പോയി വിളിക്ക്. പിന്നെ ഞാൻ പറയട്ടെ, എക്കത്തിന് ഈഗോ ഉണ്ട് അവിടെ, ആരും അത്ര റൈറ്റ് ഒന്നുമില്ല. പക്ഷെ ഷാനവാസ് ചെയ്ത് ലാസ്റ്റ് എന്തൊക്കെ മോശമാണ് സംസാരിക്കുന്നത്. അവിടെയുള്ള ഒരു സ്ത്രീകൾക്കും അതൊക്കെ അടിയിൽ നിൽക്കണോ? നിങ്ങൾ ആരവിടെ? നിങ്ങൾ ആരുമല്ല, നിങ്ങളൊരു കണ്ടസ്റ്റൻ്റ് ആണ് അവിടെ കേട്ടോ. ഞങ്ങൾക്ക് വേറെ ആരും വലിയ ദൈവമൊന്നുമല്ല. നിങ്ങൾ വെറും കണ്ടസ്റ്റൻ്റാണ്. സീരിയൽ അഭിനയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഹീറോ പരിവേഷത്തിൽ പോയി എന്താണ് കാണിച്ചു കൂട്ടുന്നത്? അങ്ങോർക്ക് തന്നെ ഓർമ്മയുണ്ടോ? വെളിവുണ്ടോ? ഓക്കെ, ഇവരെല്ലാം റോങ്. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി കയറി വരേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ലക്ഷ്മീൻ്റെ ആവശ്യമില്ല. ഓക്കെ, ലക്ഷ്മി കയറി സംസാരിച്ചു. ലക്ഷ്മിക്ക് അത് ട്രിഗർ ആവാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അത് ലക്ഷ്മിയുടെ അമ്മയുടെ ഇഷ്യൂ ഒക്കെ എടുത്ത് ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് എനിക്കറിയായിരുന്നു. ഷാനവാസിനോട് എന്ത് കിട്ടിയാലും ഷാനവാസ് അത് എവിടെയെങ്കിലും എടുത്ത് യൂസ് ചെയ്യും. ജിസേലിൻ്റെ കാര്യം ഷാനവാസ് യൂസ് ചെയ്യും, അത് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷാനവാസ് അവിടെ യൂസ് ചെയ്തു. അവിടെ ലക്ഷ്മിക്ക് ട്രിഗറായി. ഓക്കെ, അതുകൊണ്ടാണ് ലക്ഷ്മി അവിടെ സീറ്റ് ഇട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഈ ട്രിഗർ ആയിരുന്ന ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ പോയി വരുമ്പോഴാണ് ജിസേൽ പറയുന്നത് കിച്ചണിലേക്ക് ആരെ വിളിക്കണം? അക്ബറിനെയും ഒനീലിനെയും വിളിക്കണം. ഈ അക്ബറും ഒനീൽ ആദ്യം ബിന്നിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നീ തുറന്നു കൊടുക്കണ്ട. അത് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തെറിഞ്ഞല്ലോ, മാവ് എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞാൽ മതി, എന്നിട്ട് തുറന്നാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ ശേഷം പിന്നെ ഇപ്പം ഇവർക്ക് പ്ലേറ്റ് മാറ്റി. അപ്പോൾ ലക്ഷ്മി അവിടെ വന്ന് പറഞ്ഞു, ജിസിൽ വിളിക്കുന്നുണ്ട്, പൊയ്ക്കോളാൻ പറഞ്ഞു. അത് എത്രേ പറഞ്ഞു. ആ പുള്ളിക്കാരി ആ ഹൈപ്പറിൽ എന്നിട്ടൊക്കെ പറഞ്ഞ് അവരത് എടുത്ത് ലക്ഷ്മിക്ക് പിന്നെയും കിട്ടി. ലക്ഷ്മിക്ക് അവിടെ ഇന്ന് നല്ല കുശാലായിരുന്നു. ഒരാവശ്യമില്ലാതെ പോയി ഇൻ്റർഫിയർ ചെയ്തതിൻ്റെ ഒരാവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഒരാവശ്യം അബദ്ധം പറ്റിയാൽ പിന്നെ അത് ചെയ്യരുത്. അപ്പോൾ ലക്ഷ്മിക്ക് അവിടെ കിട്ടി. ഇവിടെ എല്ലാവരും റോങ് ആയിരുന്നു കേട്ടോ, ഒരാൾക്കും അറിയില്ല. പിന്നെ രാത്രി ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ പതിവ് കാര്യം തിരിമറി ചെയ്യാം, വാദിനെ പ്രതിയാക്കാം. ഞാൻ എറിഞ്ഞിട്ടില്ല പോലും, മാവ് എറിഞ്ഞിട്ടില്ല, എറിയുന്നത് ഞാൻ കണ്ടാണല്ലോ. 2 പ്രാവശ്യം മനഃപൂർവ്വം ട്രിഗർ ചെയ്യാൻ വേണ്ടി എറിഞ്ഞതാണ്. അത് എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വന്ന അനുവിനെ, അതായത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ അക്ബറൊക്കെ അവിടെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ കാണാത്ത കാര്യം അവിടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല എന്ന് അനു പറഞ്ഞത് കറക്റ്റാണ്. അവിടെ അനു വന്ന് സംസാരിക്കുന്നതും അനുവിനെ ആട്ടിയിറക്കുക. ഇതെന്താണ്?
എല്ലാവരെയും ആട്ടിയിറക്കാം. അവിടെ ആദില നൂറ പറയുന്നുണ്ട് ഷാനവാസ് ഒരു മെയിൽ ഷോവിനിസ്റ്റ് ഉണ്ടെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ആദില നൂറ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഈ ലോകത്ത്? ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഷോവനിസം കാണിക്കുന്ന മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ എല്ലാ എക്സ്ട്രീമിസം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത് നിങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ മാത്രമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന, അവർ മാത്രം കറക്റ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അഗേൻസ്റ്റിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അവരുടെ ഇടയിൽ തന്നെ പോയി നിന്നിട്ട് ബിഗ് ബോസിൽ കാണിക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് കോമഡി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കണ്ണ് തുറക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയെങ്കിലും കണ്ണ് തുറക്കാം. ഇനി ഈ കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ എങ്ങനെ വളച്ചൊടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ ഒരു സൈലൻ്റ് ആയിട്ട് കണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സൈലൻറ്റ് പ്രസൻസ് മനസ്സിലാക്കിയിട്ടൊരാളാണ്. അനീഷ് അവിടെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അനീഷിനാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പോസിറ്റീവായിട്ട് വന്നത്. അവസാനം ഈ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരാളെങ്കിലും കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയില്ല അനീഷല്ലേ? ബാക്കി എല്ലാവരും എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എല്ലാവരെയും എടുത്ത് അങ്ങോട്ട് അമ്മാനാടുക. പിന്നെ ബാക്കി എല്ലാവരും കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അക്ബറോടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒനീലൊക്കെ പിന്നെ ഡബിൾ സ്റ്റാൻഡ് ആളാണല്ലോ. അപ്പോൾ ഇന്ന് അത് പിന്നെയും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട് വലിയ ആളാവാം എന്ന് വിചാരിക്കുന്ന, മാസമാവാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഞാൻ എത്രേ പറയാനുള്ളൂ, മാക്സിമം ബിഗ് ബോസ് ട്രോഫി വരെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടേ ലൈഫ്. ഇതുവരെ മാസ് കാണിച്ച് അങ്ങനെ കാണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ആൾക്കാരൊന്നും ജീവിതത്തിൽ അങ്ങോട്ടൊന്നും വലിയ കാര്യത്തിലൊന്നും എത്തിയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഹിന്ദി ബിഗ് ബോസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരെ വെച്ച് പൊറപ്പിക്കാറുമില്ല. അത് കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസിലെ വിന്നറൊക്കെ ഉണ്ടല്ലോ, ജെമ്മാണ് ജെം. അയാളുടെയൊക്കെ പെരുമാറ്റം, ഈ ബിഗ് ബോസ് 18 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാളൊക്കെ വലിയ അതൊക്കെ നമ്മുടെ മലയാളത്തിൽ അങ്ങനത്തെ ഒരാളൊക്കെ വരണമെങ്കിലുണ്ടല്ലോ കാലങ്ങളെടുക്കും. കാരണം ഈ PR അല്ലേ കൊണ്ടുപോകുന്നത്, നമ്മളല്ലല്ലോ. PR എടുത്തങ്ങ് പൊക്കും. ഇതൊക്കെ മാസാണ് PRക്ക്. സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് സംസാരിച്ച മാസ്. അതേ കാര്യം സ്ത്രീയാണ് ചെയ്യുന്നെങ്കിൽ അവളെ താഴ്ത്തടിച്ച് അവൾ മോശം. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ക്യാരക്ടർ ആണും പെണ്ണും ചെയ്ത് കഴിഞ്ഞാൽ മോശമാണിത്. ഇത് ആരുമേ ചെയ്യാൻ പാടില്ലാത്തൊരു ക്യാരക്ടറാണ്. നിങ്ങൾ ആണിനെ പോയിട്ട് ഇത് ചെയ്യുന്നത്, ലക്ഷ്മി പോയിട്ട് ഒരു ആണിനോട് ഇത് പറഞ്ഞാലും ഞാൻ ഇതെന്നെ പറയും. അത് ചെയ്യാൻ പാടില്ല. അവിടെ ഓരോ വ്യക്തിക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. ആ റെസ്പെക്റ്റ് കൊടുത്താലല്ലേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ മോശം പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ തിരിച്ചു കിട്ടും? അപ്പോൾ ഇവിടെ ഷാനവാസ് കംപ്ലീറ്റ്ലി റോങ് ആട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല, ഭയങ്കര മോശം. എങ്ങനെ പറയും നല്ലത്? കൊതിയാവുന്നു നല്ലതൊരു രസമായിട്ട്. ഷാനവാസ് തന്നെ പറയുന്നത് ഷാനവാസിൻ്റെ വീട്ടിൽ ഷാനവാസ് ഒരു കോമഡി പീസാണെന്ന്. അത് കാണിച്ചാൽ മതി ഷാനവാസ്. എല്ലാത്തിനും എന്തിനാണ് ഈ അഭിനയിക്കുന്നത്? ഭയങ്കര ഒരു ഫേക്ക് ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ചായ ഇളപ്പിക്കും അനീഷിനോട് നിന്നിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഒറിജിനലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അത് ഫേക്ക് ആളായിട്ടാണ് തോന്നുന്നത്. അപ്പം ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ നോക്കൂ. നിങ്ങൾ എങ്ങനെയാണോ വലിയ മീശ പിരിച്ചുകൊണ്ടല്ല ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് PR ടീമും കുറച്ച് ആൾക്കാരും വരും. പക്ഷെ നിങ്ങളുടെ ശരിക്കുള്ള ഫാൻസ് അത് കഴിഞ്ഞിട്ടാണ് വരിക. അവർ നിങ്ങൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ആളെന്നുള്ളതായിരിക്കും. കുറച്ചൊക്കെ നിങ്ങൾ മോശം പറഞ്ഞില്ല, കുറച്ചൊക്കെ താഴത്തോട്ട് പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് പോകുന്നോറും നന്നായിട്ടേ വരും. ട്രോഫി മാത്രം കൈ പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇവിടെ നന്നായിട്ടുണ്ടോ? എത്രയൊക്കെ എക്സാമ്പിൾ നടക്കുന്നു. നിങ്ങൾ പഴയ വിന്നേഴ്സിനൊക്കെ എടുത്ത് നോക്കും ഓരോന്നോരോന്ന്. എത്ര പേര് ശരിക്കും അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എത്ര പേരുണ്ട്. അവർ സക്സസ്ഫുൾ ആയിട്ട് അവരെന്ത് കണ്ടിട്ടാണ് അവരെ ഫിലിമിലേക്ക് വിളിക്കുന്നത്? ആ പേഷ്യൻസും ആ മര്യാദ കണ്ടിട്ടല്ലേ ഫിലിമിലേക്കൊക്കെ വിളിച്ചിട്ടുള്ള പകുതി ആൾക്കാരെയും. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പെരുമാറാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ജയിൽ ഇഷ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ പോസിറ്റിവിറ്റി ഒന്നുമില്ല. ഷാനവാസ് പിന്നെയും നെഗറ്റീവായിട്ടുണ്ട്. ആ ചെറിയൊരു ബിന്നി ചെയ്ത ആ കുരുത്തക്കേട് ഷാനവാസ് നന്നായി വന്നാനെ. ശരിക്കും ഒന്നും മിണ്ടാതെ അത് കഴിഞ്ഞിട്ട് നീ അത് ചെയ്തില്ലേ, ഞാൻ നിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് അത് വിട്ടേക്കണം. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഒരു രക്ഷയില്ല. പിന്നെ നെഗറ്റീവാകും. പിന്നെ അങ്ങോട്ട് നെഗറ്റീവാകും. എനിക്കതൊന്നും മാസമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ, സോറി. അതിന് PR വന്നിട്ട് നിരങ്ങിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറയില്ല. അത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നോട് തന്നെ എനിക്ക് നീതി പുലർത്തും. മനസ്സിലായി? ബിഗ് ബോസ് ഷോനോട് എന്തോ ആയിക്കോട്ടെ. ഇനി ലാലേട്ടൻ വന്ന് ഇതൊക്കെ പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഷാനവാസിന് ഫേവറായിട്ടാണ് ഷോ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ജയിൽ ടാസ്ക്. അനീഷ് ആ മാവിരുന്ന് ഫുൾ ആട്ടി. അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ വരുന്നത് ആ ജയിൽ ടാസ്കിൽ മാവ് ആട്ടണം എന്ന് പറഞ്ഞപ്പം ബിന്നി വന്ന് പറഞ്ഞു 2 പേരും കൂടി ഒരുമിച്ച് ആട്ടണം, 2 പേർക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞപ്പോൾ അനീഷാണ് അരി മുഴുവൻ ആട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഉഴുന്ന് വന്നത്. അപ്പോൾ ഉഴുന്ന് ഷാനവാസ് ആട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ആട്ടിന് മുമ്പ് തന്നെ ജയിൽ കഴിഞ്ഞു. കാരണം നാളെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടായിരിക്കും
ഷാനവാസ് ഉള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ടോ അത് പകൽ ദിവസങ്ങളാണ് വരാറ് ജയിലിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പുള്ളിക്കാരൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണമാവാം അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അനീഷാണ് പാവം ഇരുന്ന് മുഴുവൻ ചെയ്തത്. അവിടെ ഷാനവാസ് എന്ത് ചെയ്തു? ഷാനവാസ് കുറച്ച് ആട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ജയിൽ ടാസ്ക് കഴിഞ്ഞു, ഷാനവാസിൻ്റെ കാര്യം കഴിഞ്ഞു. അത് അവിടെ എല്ലാവരും പറയുന്നുണ്ട്. എന്നിട്ട് അനീഷ് അവിടെ പ്രതികരിച്ചുകൂടായിരുന്നോ? അനീഷ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എൻ്റെ കമ്മൽ പോയി. അനീഷ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അനീഷിന് പ്രതികരിക്കണമായിരുന്നു. അനീഷ് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് അനീഷ് സൈലൻ്റ് ആണ് കേട്ടോ, ഫുൾ സൈലൻ്റ് ആണ്. ഇനി എനിക്ക് എന്താണ് അനീഷിൻ്റെ മനസ്സിൽ ഓടിയെന്നൊന്നും അറിഞ്ഞില്ല. അതിനനുസരിച്ച് നമുക്ക് അനീഷിൻ്റെ കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷിന് ആയിക്കോട്ടെ ടയേർഡായി. ആ ഫുൾ ഇതാട്ടല്ലേ, ഇങ്ങനെ ടയേർഡാതിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോ മുഴുവൻ കഴിച്ച് അത് തന്നെ. ഇതുപോലെ ജയിൽ നോമിനേഷൻ വരുവാണെങ്കിലും പുള്ളിക്കാരൻ കാണിച്ച ഷോ അവിടെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നു. അതുപോലെ അനു വന്നിട്ട് എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങളൊക്കെ ഈ ഒരു ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പം സാബുമാനെ കണ്ടോ? സാബുമാനും അക്ബറും അവർ പറഞ്ഞ നോമിനേഷൻസ് കണ്ടോ? വെരി ഈസിലി വന്നിട്ട് കാര്യം പറയാം. ഇപ്പോൾ സാബുമാൻ നേരിട്ട് തന്നെ പറഞ്ഞു ഷാനവാസിനോട്, ഷാനവാസെ നിങ്ങളും ആര്യനും ചെയ്ത സെയിം മിസ്റ്റേക്കാണ്, പക്ഷെ നിങ്ങളവിടെ സോറി പറഞ്ഞില്ല, ആര്യനോട് സോറി പറഞ്ഞു. അത്രയേ ഉള്ളൂ പ്രോബ്ലം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അത് കഴിഞ്ഞ് ആ പ്രോബ്ലം കഴിഞ്ഞു. പക്ഷെ അവിടെ ഇരുന്ന് മാസ് കളിച്ചു. ഷാനവാസിന് എപ്പോഴും പറ്റുന്ന സ്വഭാവമാണ്. തെറ്റ് ചെയ്ത് അത് ന്യായീകരിക്കരുത്. അതങ്ങ് സോറി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അങ്ങ് തീർത്തോളണം. അത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റാത്തതാണ്. അത് അംഗീകരിക്കരുതെന്നാണ് വിചാരിക്കുന്നത്. അത് ഏതൊരു വേറൊരു മെൻറ്റാലിറ്റി അല്ലേ? അത് എന്ത് മെൻറ്റാലിറ്റിയാണ്? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിന്നറെയാണോ കാണേണ്ടത്? എനിക്ക് അങ്ങനത്തെ ഒരു വിന്നറെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും അങ്ങനത്തെ ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അവിടെ തന്നെ സാബുമാൻ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതുപോലെ അനീഷിനെ പറഞ്ഞത് എന്ത് കൃത്യമായിട്ടാണ് അനീഷിനെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത് അനീഷിനെ? നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് വേണം. അനുമോള് സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കും വേണം, നിങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് പറയുന്നത് അങ്ങനെ പറഞ്ഞു കണ്ട, അതാണ് സാബും. നിങ്ങൾ പറയും സാബുമാനും വോട്ട് കൊടുക്കുന്നതെന്നാണ്. ആൾക്കാർ നോക്കുമ്പോൾ ലോജിക്കലി കുറച്ചെങ്കിലും കളിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട് അവിടെ. എനിക്ക് അങ്ങനെ തോന്നുന്നത് ശരിക്കും പറയാമല്ലോ. പലപ്പോഴും എനിക്കത് തോന്നാറ്. ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഈ കുറേ ഭാഷണം കേൾക്കണേക്കാൾ നല്ലത് 2 വാക്ക് കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞു പോയാൽ തന്നെ ഇഷ്ടം. അക്ബറും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നോമിനേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജയിൽ നോമിനേഷൻ്റെ ഷോ ആയിരുന്നു. ഭയങ്കര പരാജയമായിരുന്നു. എല്ലാവരും വന്ന് ഇതൊക്കെ പറഞ്ഞു. എന്തായാലും അതിലും ഷാനവാസിൻ്റെ വക കുറേ പ്രകടനമുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഈ ഷാനവാസ് എങ്ങോട്ടാണ് പോകുന്നത്. ഇതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒരു താക്കീത് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ ഓവർഡൂ ചെയ്ത് നെഗറ്റീവായി പോകും. നല്ല കണ്ടസ്റ്റൻസ് ശരിക്കും നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ വേണം. കണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ കണ്ടന്റ് ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതും കൂടി ഒരു പ്രശ്നമാണ്. മനസ്സിലായോ? അതാണ് ഞാനിപ്പോൾ ഷാനവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ ആ കണ്ടന്റ് ഒന്ന് കുറച്ച് ഇന്ന് ശരിക്കും പുള്ളിക്കാരന് ഹീറോ ആകാൻ പറ്റിയൊരു അവസരമായിരുന്നു. ആ ബിന്നി ചെയ്ത മിസ്റ്റേക്കിൽ അത് ചെയ്തില്ല. അത് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുന്നില്ല. ഓവർഡൂ ചെയ്തിട്ട് ഓവർ കോൺഫിഡൻസ് ആയി. ബിഗ് ബോസ് സമ്മതിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ഇന്ന് ഫുൾ തകർക്കുമായിരുന്നു. പെണ്ണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒന്നും പറയത്തില്ല. പെണ്ണുങ്ങൾക്ക് എഗെയിൻസ്റ്റ്, ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് അല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാനീ പറഞ്ഞത്. ഇനി ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് അക്ബറിന് എഗെയിൻസ്റ്റ് മാത്രത്തിൽ പറഞ്ഞു. ഒനീലിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിലയെടുത്തിരിക്കും. ആരടുത്താ അല്ലേ ഒനീലൊക്കെ ആരാ മോൻ. അപ്പം ഇവിടെ അങ്ങനെ സംഭവങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മിനെയും ജിസലിനെയും ആദിലിനെയാണ് നോമിനേറ്റ് ചെയ്തത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക്. അപ്പം അത് എല്ലാവരും ഫെയർ ആയിട്ടൊക്കെ തന്നെ ചെയ്തു. പിന്നെ നമുക്കറിയാമല്ലോ, ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ആദിലയും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കാം. അത് കാരണം നമുക്കറിയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അതിനും പകരം കുറച്ച് ഗെയിം ഇൻവോൾവ് ആക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഗെയിം കൺട്രോൾ ചെയ്യാൻ നോക്കാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഏത് നോമിനേഷൻ വരുമ്പോഴും എന്താണ് ഇത്ര പേടി നോമിനേറ്റ് ചെയ്യാനായിട്ട്? ജയിൽ നോമിനേഷനിലൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോളെ പറയാൻ പറ്റില്ല, നമ്മുടെ ഷാനവാസിനെ പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ശരി തോന്നുന്ന പറയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കഴിഞ്ഞു നിങ്ങളുടെ ഗെയിം. അപ്പം ആദില നൂറ ഇനി കളിച്ചില്ലെങ്കിൽ ഈ വീക്കെൻഡ് കഴിയുമ്പം കുറേ കാര്യങ്ങൾ പുറത്ത് വരുവാണെങ്കിൽ അതിലേക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഷാനവാസിൽ നിന്നൊക്കെ മാറി കളിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെടും. ശരിക്കും ഞാൻ പറയുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി വോട്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ബിഗ് ബോസിൽ വന്നിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടല്ലേ ആൾക്കാർ വേണ്ടത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി വോട്ട് നിങ്ങൾക്ക് കിട്ടും ഫോർ ഷുവർ. കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ വോട്ട് വരും. പക്ഷെ അതല്ല വേണ്ടത്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെയും കൂടി ഇഷ്ടം നേടണമെങ്കിൽ നിങ്ങൾ കളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിച്ച് തുടങ്ങാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വേറെ എന്തായിരുന്നു വിഷയം? എനിക്കൊരു കാര്യം കൊണ്ട് പറയാനുണ്ടായിരുന്നു. ജയിൽ ടാസ്ക് പറഞ്ഞു, ഇത് പറഞ്ഞു,
മെയിൻ കാര്യങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് ഈ മാനിപ്പുലേഷൻ ഗെയിം ലാലേട്ടൻ വന്നിട്ട് കാണിച്ചു കൊടുക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ മാവ് എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഇനി അത് കാണിച്ചു കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഷാനവാസ് പെടും. ഷാനവാസിന് ആ ഗെയിം എക്സ്പോസ്ഡ് ആവും. ചിലപ്പോൾ ഗെയിം ചേഞ്ച് ഉണ്ടാവും. ഇനി ബിഗ് ബോസിന് ഷാനവാസിനെ ഇങ്ങനെ മറയിൽ കൊണ്ടുപോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. അതിന് പകരം അനീഷിനെയും ബാക്കി വീട്ടുകാരെയും ഒന്നുകൂടി കൺഫ്യൂസ് ആക്കി വിടാനാണ് സാധ്യത. അത് നമുക്ക് ഈ വീക്കെൻഡ് മനസ്സിലാവും എന്താണ് ബിഗ് ബോസിൻ്റെ ഗെയിം എന്നുള്ളത്. ബിഗ് ബോസിൻ്റെ എന്താണ് അജണ്ട, അവർക്ക് ആരാണ് ഫൈനലിൽ ശരിക്കും വേണ്ടതെന്നുള്ളത് ഈ ആഴ്ച മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ ഒരേപോലെ തന്നെ എല്ലാവരും ശിക്ഷിക്കണം, അല്ലാതെ ഒരാൾക്ക് മാത്രം വേറെ റൂൾ എന്താണ്. അതുപോലെ ജയിൽ ടാസ്ക്കും എനിക്കത് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തോന്നിയില്ല. ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക, എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതൊരാളോട് ചെയ്യുന്ന അൺഫെയർനെസ് ആണ് അല്ലേ, അൺഫെയർ കാര്യമല്ലേ അനീഷിനോട് ചെയ്യുന്നത്. അനീഷാണ് ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും എഫക്റ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പോസ്റ്റ് അയാൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് ശരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് വരാമെന്നുള്ളത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നാളെ എവിക്ഷനാണ്. എവിക്ഷനിൽ കുറച്ച് സർപ്രൈസിങ് ന്യൂസസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആര് എവിക്റ്റ് ആണെങ്കിലും ഡിസേർവിങ് എന്ന് പറയാനായിട്ട് എനിക്ക് ആരുമേ അവിടെ തോന്നിയിട്ടില്ല. ഞാൻ സത്യം പറയാമല്ലോ, ഈ സീസണിൽ ഇന്നയാൾ പോയി കഴിഞ്ഞാൽ ഡിസേർവിങ് കാൻഡിഡേറ്റ് ഡിസേർവിങ് അങ്ങനെയില്ല. അവിടെ ആരുമില്ല അങ്ങനെ ഡിസേർവിങ് കാൻഡിഡേറ്റിനായിട്ട്. ആര് പോയാലും ഓക്കെ പോയി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ദൈവ ദ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ ഒരു റിവ്യൂലും ഇല്ല ബെസ്റ്റായിട്ട് കളിക്കുന്നു എന്ന് പറയാൻ. അതില്ലാത്തത്തോളം ആര് പോയാലും എനിക്ക് അതുപോലെ തന്നെ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരുവിധം ആരൊക്കെ പോകുന്നുള്ള ഐഡിയ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. നമ്മളെ ഗെയിം സ്ട്രാറ്റജി പോക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് പോവുക എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആൾക്കാർ പോകുമ്പോൾ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും. ഗെയിം ചേഞ്ച് വരണം. ഇനി പഴയ മറ്റേ കഥകളൊന്നും എടുത്തിട്ടാണ് സാധ്യത ഉണ്ടാവാത്ത തരത്തിൽ ഗെയിം ചേഞ്ച് വരണം. അങ്ങനെ ചെയ്യുന്നവരൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമുക്ക് നോക്കാം. അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.